ഹലോ. സോ ഇന്ന് ഞങ്ങൾ മന്ത്രകോടി എടുക്കാൻ പോവാണ്. ചേട്ടന് യൂട്യൂബ് ഉണ്ട്. ചേട്ടൻ്റെ യൂട്യൂബിന്റെ പേര് പറ. ലൂയിസ് വൈബ്സ്. സോ എല്ലാവരും അതിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഷീമാട്ടിയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇതൊരു പ്രീ ആൻഡ് പോസ്റ്റ് വെഡ്ഡിങ് വ്ളോഗാണ്. എനിക്കിപ്പോഴാണ് ഒന്ന് എല്ലാം എഡിറ്റ് ചെയ്തൊന്ന് ഇടാൻ പറ്റിയത്. എന്താണ് കല്യാണത്തിൻ്റെ മുമ്പേ സംഭവിച്ചത്, കല്യാണം കഴിഞ്ഞ് സംഭവിച്ചത്. സോ ഇപ്പോഴാണ് ഒന്ന് സമയം കിട്ടിയത് എല്ലാം കൂടെ ഒന്ന് എഡിറ്റ് ചെയ്തിടാൻ. കല്യാണം ഡിസംബറിൽ തന്നെ കഴിഞ്ഞു. പക്ഷേ ഞാൻ കാണിക്കാൻ പോവാണ് ലൈക്ക് ഡ്രസ് ഷോപ്പിങ്ങും പിന്നെ ഓരോ സ്ഥലത്ത് പോയതും ഓരോന്ന് ചെയ്തതും. സോ ആദ്യമേ തന്നെ ഞങ്ങൾ ഷീമാട്ടി പോയി, ദ ക്വീൻ ഓഫ് സിൽക്സ്. സോ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് കൊച്ചിലെ തൊട്ടേ ഷീമാട്ടി ഇഷ്ടമാണ്. ലൈക്ക് അവരുടെ പരസ്യവും ഇഷ്ടമാണ്. ലൈക്ക് ആൻഡ് ഐ റിയലി തിങ്ക് ബീന കണ്ണൻ ഈസ് എ വെരി വണ്ടർഫുൾ വുമൻ. സോ അതുകൊണ്ട് തന്നെ എനിക്ക് വേറൊരു വുമണിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇഷ്ടമാണ്, അവരുടെ ബിസിനസ് സപ്പോർട്ട് ചെയ്യുന്ന ഇഷ്ടമാണ്. സോ ദാറ്റ്സ് എ റീസൺ ലൈക്ക് ഞാൻ ഷീമാട്ടി പോയത്. അവിടെ ചെന്നപ്പം അവർക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ഞാൻ മെയിനായിട്ട് നോക്കിയത് ഒരു റെഡ് അല്ലെങ്കിൽ ഒരു റെഡിഷ് ഷെയ്ഡ് ഒരു കളറായിരുന്നു നോക്കിയത്. ആൻഡ് എനിക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം, ആസ് വെൽ ആസ് എനിക്ക് ഒരുപാട് എക്സ്പെൻസീവും വേണ്ട. ബിക്കോസ് ഞാൻ മന്ത്രകോടി എൻ്റെ ലൈഫിൽ 1-2 പ്രാവശ്യം ഇനിയും ലൈഫിൽ ഇടത്തു പോലും ഉള്ളൂ. ബിക്കോസ് മന്ത്രകോടി എന്ന് പറയുന്നത് ചെറുക്കൻ്റെ വീട്ടുകാർ നമുക്ക് തരുന്നത്, നമ്മൾ അത് കൊടുത്താണ് നമ്മൾ വീട്ടിലോട്ട് കയറുന്നത്. സോ അതാണ് അതിൻ്റെ ഒരു മെയിൻ ഇൻറ്റൻഷൻ. ആൻഡ് ഫൈനലി ഞാനാണെങ്കിൽ ഈ ഒരു സാരി ചൂസ് ചെയ്തു. എന്താണെന്നറിയത്തില്ല, ലൈക്ക് എല്ലാം കൊണ്ടും നല്ലതായിരുന്നു. ലൈക്ക് എല്ലാം കൊണ്ടും നല്ലതായിരുന്നു. ആൻഡ് കളറായാലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ട് അല്ല, പക്ഷെ ഞാൻ അങ്ങനെ സാരി ഉടുക്കാറില്ല. വളരെ 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 റെയറാണ്. പിന്നെ ഇപ്പോൾ കല്യാണം ആയതുകൊണ്ട് ഉടുക്കണം. ഇതെൻ്റെ കസിൻ നീവ. അവൾ ഭയങ്കര നോട്ടിയായിരുന്നു. അവൾ അവിടെ പോയി തലയും കുത്തിയും മറയ്ക്ക് സാരിയൊക്കെ വലിച്ചെടുക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. പക്ഷെ അവിടുത്തെ സ്റ്റാഫൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അവരെല്ലാവരും നീവ നല്ല രീതിയിലാണ് കെയർ ചെയ്തതും ഫ്രണ്ട്ലി ആയതും നോക്കിയതും ഒക്കെ. അടുത്തത് ഞങ്ങൾ എൻ്റെ അമ്മയ്ക്കും അമ്മായിയമ്മയ്ക്കും വേണ്ടി സാരി സെലക്ട് ചെയ്യുമായിരുന്നു. എനിക്ക് ഈ ഒരു ഗ്രീൻ സാരി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലൈക്ക് നല്ലൊരു ക്രിസ്മസ് ടൈപ്പ് ഓഫ് ഗ്രീൻ. പിന്നെ ഞങ്ങളുടെ തീമും ജനറലി ഒരു ഗ്രീൻ കളറായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അടുത്തുള്ള നമ്മുടെ പോനിക്കര സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ പോയി. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. അവിടെ ഒരുപാട് വെറൈറ്റി ഫിഷസും എല്ലാം ഉണ്ട്. ഞാൻ ലൈക്ക് ഒരു ഫിഷ് ലവറാണ്. സോ ഒരു കുടുംബത്തിനുള്ള ഞാൻ കഴിച്ചു. ആൻഡ് ഞങ്ങളെല്ലാവരും ഇങ്ങനെ വെളിയിൽ നിന്ന് അവരോട് യാത്ര പറയാൻ പോയിരുന്നു. ബിക്കോസ് എല്ലാവരും തൃശ്ശൂരിൽ നിന്നായിരുന്നു. അതിനുശേഷം പിറ്റേ ദിവസം ഞാനൊരു ഫ്ലൈറ്റ് പിടിച്ച് എൻ്റെ കസിൻ്റെ കല്യാണത്തിന് വേണ്ടി പോയി. ആൻഡ് എനിക്ക് ഒത്തിരി ഹാപ്പി ആയിരുന്നു. കാരണം അവർ 16 വർഷം പ്രണയത്തിലായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് കല്യാണം കഴിക്കാൻ പറ്റിയത്. സോ ഐ എം ലൈക്ക് സോ ഹാപ്പി ഫോർ ഹർ ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ദ വെഡിങ്. നല്ലൊരു ഔട്ട്ഡോർ ബീച്ചിൻ്റെ അടുത്തൊക്കെ ആയിരുന്നു. ഇറ്റ് വാസ് വെരി കൂൾ ആൻഡ് ഐ വാസ് ഹർ ബ്രൈഡ്സ് മെയ്ഡ്. പിന്നെ ദുബായിൽ വെറുതെ ഒന്ന് ഗോൾഡ് ഷോപ്പിങ്ങിന് പോകുമെന്ന് വിചാരിച്ചു. ചുമ്മാ ഓരോന്നൊക്കെ ഇട്ട് നോക്കി. എനിക്ക് ഈ ചെയിൻ ആക്ച്വലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു രസമുണ്ടായിരുന്നു. ഫ്രം ജോയ ലുക്കാസ്. ആൻഡ് ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കിന് ഞാനിങ്ങനെ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഗൗൺ എല്ലാം ട്രൈ ചെയ്യുമായിരുന്നു. ആൻഡ് എനിക്ക് അത്ര വലിയ എല്ലാം ഇഷ്ടപ്പെട്ടില്ല. ബിക്കോസ് എൻ്റെ ബോഡിക്ക് അങ്ങനെ ചേരുന്നില്ല. സോ ഞാൻ ഈ ഗൗൺ ഞാൻ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഞാൻ ഉണ്ടാക്കുമായിരുന്നു. എൻ്റെ ബോഡിക്ക് പറ്റുന്നതും എനിക്ക് പറ്റുന്നതും എല്ലാം. ഗൗൺ കംപ്ലീറ്റ്ലി ഡൺ അല്ല. ഇത് ജസ്റ്റ് ഒരു ഫസ്റ്റ് ട്രയലാണ്. അതിനുശേഷം ഞാൻ ഇതുപോലെ അടുത്ത് ലെഹങ്ക സ്റ്റോറിൽ പോയി ആൻഡ് ഡിഫറെൻറ്റ് ലെഹങ്കാസ് ട്രൈ ചെയ്യുമായിരുന്നു വിത്ത് മൈ ആൻറ്റ്. ആൻഡ്
ഞങ്ങൾ ഡിസൈഡ് ചെയ്തു ഈ ബ്ലൂ ഇടാനായിട്ട്. കാരണം നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഒരു അബദ്ധം പറ്റിയ എന്താണെന്ന് വെച്ചാൽ ഇത് ആക്ച്വലി കുറച്ച് ഹെവി ആയിരുന്നു. അതുകൊണ്ട് ഡാൻസ് കളിച്ചപ്പോഴത്തേക്കിന് എനിക്ക് അധികം എൻ്റെ കാല് പോക്കാൻ പറ്റിയില്ല. സോ ആൻറ്റി പറഞ്ഞു എനിക്ക് തട്ടം അടിപൊളിയായിട്ട് ചേരും. സോ തട്ടം ഇടുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല, വേറെ ലുക്കാണ്. സോ അതുകൊണ്ട് ഞാൻ തട്ടം ഇട്ടു. അപ്പോഴത്തേക്കിന് എൻ്റെ ഹസ്ബൻഡ് വന്നു ആൻഡ് ആളുടെ ഫസ്റ്റ് ട്രയൽ ചെയ്യാണ് ഓഫ് എ സൂട്ട്. ആൻഡ് ദിസ് ഈസ് ഫ്രം മെൻ ഇൻ ക്യൂ. നമ്മുടെ കൊച്ചിയിലെ ഏറ്റവും സെലിബ്രിറ്റി സ്റ്റൈലിസ്റ്റായ നിയാസ് ആൻഡ് നൗഷാദിൻ്റെ കടയാണ് മെൻ ഇൻ ക്യൂ. ആൻഡ് ദേ ഡിഡ് എ വണ്ടർഫുൾ ജോബ് ആൻഡ് ദാറ്റ് വാസ് ഹിസ് ഫസ്റ്റ് ട്രയൽ. അതിനുശേഷം പിറ്റേ ദിവസം എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. സോ സർപ്രൈസായിട്ട് ഞങ്ങൾ ഇതുപോലെ ബർത്ത്ഡേ കേക്കും ഡെക്കറേഷനും എല്ലാം ചെയ്തു ഫ്ലാറ്റിൽ. ആൻഡ് ആളിതുപോലെ കയറി വന്ന് ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. ഞാൻ കുറേയൊക്കെ വീഡിയോസ് കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം എനിക്ക് എന്താ അറിയത്തില്ല, എനിക്ക് എൻ്റെ ഒരു വീഡിയോ അത്യാവശ്യം ഷോർട്ട് ആക്കണമെന്നുണ്ട്. എനിക്കും പേഴ്സണലി ഒത്തിരി ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ കാണുന്നത് അത്രയും ഇഷ്ടമല്ല. സോ ഞാൻ കുറേ നടന്നൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ഡിഫറെൻറ്റ് ഗൗൺ ഷോപ്പിങ്ങിന് വന്നു. കാരണം ഞങ്ങളുടെ ഒരു പ്രീ വെഡ്ഡിങ് ഷൂട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് ചൂസ് ചെയ്യാനായിട്ട് വന്നു. ഞങ്ങൾ പിന്നെ കല്യാണത്തിന് ഷെർവാണി ചൂസ് ചെയ്യാൻ പോയി. ഇതെൻ്റെ സെക്കൻഡ് ട്രയലായിരുന്നു. സെക്കൻഡ് ട്രയൽ ഓൾമോസ്റ്റ് ഡ്രസ്സ് റെഡിയാണ്. അടിപൊളിയായിരുന്നു. ഞാൻ കുറേ ഇൻസ്പിറേഷൻ, കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഒരു ഉണ്ടാക്കിയ 3D എന്താ പറയണ്ടേ വെയിലൊക്കെ ഇട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് മെൻ ഇൻ ക്യൂ പോയി. അവർ ഇതുപോലെ മന്ത്രകോടിയുടെ കൂടെ ഇടാനായിട്ട് മുണ്ടും ജുബ്ബ അടിപൊളി. ആൻഡ് സെക്കൻഡ് ട്രയൽ ഓഫ് ജോഷയുടെ സൂട്ടും നമ്മൾ നോക്കി. അതിനുശേഷം ഞങ്ങൾ ഡാൻസ് കൊറിയോഗ്രാഫറിൻ്റെ അടുത്ത് പോയി ഡാൻസ് പഠിക്കാനായിട്ട്. ആൻഡ് ഒരാഴ്ച കൊണ്ട് അവർ കൊറിയോഗ്രാഫി ചെയ്ത് തന്നെയാണ്. ഹാറ്റ്സ് ഓഫ് ടു ദം. പിന്നെ ഞാൻ എൻ്റെ നെയിൽ ചെയ്യാൻ പോയി. ഇത് ഞാൻ ചെയ്തത് നമ്മുടെ സെൻട്രൽ സ്ക്വയർ മോളിലാണ്. എനിക്ക് ആ സലോണിൻ്റെ പേര് ഞാൻ മറന്നുപോയി. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ ഇതുപോലെ എൻ്റെ ബോട്ട് പാർട്ടി ആയിരുന്നു, മധുരം വെപ്പ്. അതൊരു മധുരം വെപ്പാണോ എന്ന് ചോദിച്ചാൽ ട്രഡീഷണൽ വൺ അല്ല, ഒരു മോഡേൺ ടൈപ്പ് ആയിരുന്നു. സോ ഈ ഒരു ഡ്രസ്സ് നമ്മുടെ ബിഗ് ബോസിലെ ഏഞ്ചൽ തോമസ്, ആൾക്ക് സ്വന്തമായിട്ട് ബുട്ടീക്കുണ്ട്, ടിനി സ്റ്റൈലിംഗ് ഹബ് ഇൻ ആലപ്പുഴ. ആൻഡ് അവൾ ചെയ്ത് തന്നെ ഈ ലൈറ്റ്സൊക്കെ ഇട്ട് നല്ല രസമായിരുന്നു. ഒരു നൈറ്റ് വൈബിന് പറ്റിയൊരു ഡ്രസ്സായിരുന്നു അത്. അതിനുശേഷം നമ്മളിങ്ങനെ മധുരം വെപ്പും വൈൻ കുടിക്കലും എല്ലാം തുടങ്ങി. എനിക്ക് അധികം വീഡിയോസ് എൻ്റെ കയ്യിലില്ല. പിന്നെ ഞങ്ങളെല്ലാവരും ഡാൻസ് കളിക്കുമായിരുന്നു. ഞങ്ങളുടെ ഫേവറേറ്റ് സോങ്ങായ സാമി സാമി കളിക്കുമായിരുന്നു. കാരണം ഞങ്ങളത് കല്യാണത്തിനും കളിക്കുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് സ്റ്റെപ്പ് ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കളിക്കുമായിരുന്നു. ഭയങ്കര ഫണ്ണായിരുന്നു. മിഡിൽ ഓഫ് ദ സീ ആൻഡ് യു ജസ്റ്റ് ഡാൻസിങ്. ആൻഡ് ഞങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി എല്ലാവരും ഒത്തിരി ഇഷ്ടപ്പെട്ടു പാർട്ടി. ദേ ഓൾ തോട്ട് ഇറ്റ് വാസ് വെരി കൂൾ ആൻഡ് ഈവൻ ഐ തോട്ട് ഇറ്റ് വാസ് വെരി കൂൾ. പിന്നെ പിറ്റേ ദിവസം എൻ്റെ ബ്രൈഡൽ ഷവർ ചെയ്യാമെന്ന് വിചാരിച്ചു, അങ്ങനെ ചെയ്തതാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് വേണ്ട രീതിയിലല്ലായിരുന്നു അത് വന്നത്. കാരണം എനിക്ക് ഒത്തിരി ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് പറ്റിയില്ല, ബിക്കോസ് നമുക്ക് സമയമില്ലായിരുന്നു. പക്ഷേ ഇത് ഇത്രയും ഡെക്കറേറ്റ് ചെയ്ത് എല്ലാം ചെയ്ത് തന്നത് നമ്മുടെ എൻ്റെ ഒരു ഫ്രണ്ട് ഹാസിനുണ്ട്. ആളുടെ ഇൻസ്റ്റഗ്രാം ഉണ്ട്, ഹാസിൻ എന്ന് പറയുന്നത്. അപ്പം അതിൽ പോയി ഒന്ന് നോക്കുക. ആൻഡ് ഈ ഡ്രസ്സും ചെയ്ത് തന്നത് സെയിം തിങ് ഏഞ്ചലാണ്, ടിനി സ്റ്റൈലിംഗ് ഹബ് ഇൻ ആലപ്പുഴ. ആളുടെ ഇൻസ്റ്റഗ്രാമിലും പോയി നോക്കുക. എന്നിട്ട് എൻ്റെ എല്ലാ ബ്രൈഡ്സ് മെയ്ഡ്സും എൻ്റെ കസിൻസും എൻ്റെ ആൻറ്റിയും അമ്മയും എല്ലാവരും വന്നു. സത്യം പറഞ്ഞാൽ യൂഷ്വലി ഒരു ബ്രൈഡൽ ഷവർ ബാച്ചിലറേറ്റ് പാർട്ടി എന്നൊക്കെ പറയുന്നത് ഗേൾസ് ഉള്ളിയാണ്. പക്ഷേ ഇവിടെ ഞാൻ ആരൊക്കെ ഉണ്ടായിരുന്നോ എൻ്റെ ഫ്ലാറ്റിൽ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്താണ് ഞാൻ ചെയ്തത്. ബിക്കോസ് ഐ വാണ്ടഡ് ടു ബി special and I wanted everyone to എന്താ പറയണ്ടേ join in whatever I am doing. So പിന്നെ കേക്കെല്ലാം മുറിച്ചു. എൻ്റെ കസിൻസും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വാരിയെല്ലാം കൊടുത്ത് ഞങ്ങൾ ആക്ച്വലി ഒരുപാട് സംഭവങ്ങളൊക്കെ പ്രോപ്സൊക്കെ കൊണ്ടുവന്ന് ഒരുപാട് പിക്ചേഴ്സും എല്ലാം എടുത്തു. ഞാൻ ഒത്തിരി ഒന്നും ഞാൻ കുറേ കട്ട് ചെയ്ത് കളഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ എനിക്കിതൊരു ഷോർട്ട് വ്ളോഗ് ആക്കിയാൽ മതി. പക്ഷെ ഒത്തിരി എൻജോയ് ചെയ്തു. ഇതെല്ലാം നമ്മൾ ചെയ്തത് ഒരാഴ്ചയിലാണ്. സോ ഒരാഴ്ച കൊണ്ടാണ്, കാരണം ഞാൻ നാട്ടിലാകെ 3 ആഴ്ച ഉണ്ടായിരുന്നുള്ളൂ. ആ 3 ആഴ്ചയിലാണ് എല്ലാം കൂടെ ചെയ്ത് ഒപ്പിച്ചത്. പക്ഷേ എസ്പെഷ്യലി ഈ പാർട്ടീസ് എല്ലാം നടക്കുന്നത് ഒരാഴ്ചയിലായിരുന്നു.
എനിക്ക് ഡാഡ ട്രോൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം ഞങ്ങൾ വൈൻ ഇത് നോൺ ആൽക്കഹോളിക് വൈൻ ഇപ്പോഴേ പറയുക. പിന്നെ ഇത് ചില വീഡിയോസാണ് കല്യാണത്തിൻ്റെന്ന്. എനിക്ക് ഒത്തിരി വീഡിയോസ് ഇല്ല എൻ്റെ നിന്ന്. ലൈക്ക് അവർ പ്രൊഫഷണലി എടുത്തതേ ഉള്ളൂ, അതെൻ്റെ യൂട്യൂബിലുണ്ട്. പക്ഷേ ഇത് ചില മൊമെൻറ്റ്സ് ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി അയച്ചു തന്നതിൽ ഉള്ളതായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് പോയി. ഞങ്ങൾ തൃശ്ശൂർ ഹയാത്തി വെച്ചായിരുന്നു കല്യാണം. സോ തിരിച്ച് റൂമിൽ വന്നപ്പോൾ ഇതുപോലെ അടിപൊളിയായിട്ട് അവർ മണിയറ ഒരുക്കിയിട്ടുണ്ട്. ആൻഡ് ഞങ്ങൾക്ക് ഇതുപോലെ കേക്കും എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഭർത്താവ് കോഫി ഉണ്ടാക്കി തരുന്നു. കടിയൊന്നും ഇല്ലേടി. പിന്നെ ഞങ്ങൾ തിരിച്ചു പോയി കൊച്ചി ഹയാത്തിൽ ന്യൂ ഇയേഴ്സ് സെലിബ്രേറ്റ് ചെയ്യാൻ. അവിടെ ചെന്നപ്പോഴത്തേക്കിനും അവർ റൂമൊക്കെ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് തന്നു. ഞങ്ങളുടെ വെഡ്ഡിങ് ഫോട്ടോ ഒക്കെ വെച്ച് ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ദാറ്റ് വാസ് റിയലി കൈൻഡ് ഓഫ് കൊച്ചി ഹയാത്ത്. ആൻഡ് ഇതുപോലെ നമുക്ക് കേക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി ചോക്ലേറ്റ് കേക്കായിരുന്നു. ഇതാണ് നമ്മൾ ന്യൂ ഇയറിന് എടുത്ത ഉടുപ്പ്. ഞങ്ങൾ ന്യൂ ഇയർ പാർട്ടിയിൽ പോവായിരുന്നു. അവിടെ ഒത്തിരി എൻജോയ് ചെയ്തു. ഞാൻ അധികം പാർട്ടി പോകാത്ത ഒരാളാണ്, പക്ഷേ ഇത് ഫാമിലിയുടെ കൂടെയും ഫ്രണ്ട്സിൻ്റെ കൂടെയും ഒക്കെ ആയതുകൊണ്ട് ഒത്തിരി എൻജോയ് ചെയ്തു. അതിൻ്റെ ഇടയ്ക്കൂടെ ഒരാൾ കയറി വന്ന് ഞങ്ങളുടെ ബന്ധം പിരിക്കാൻ നോക്കുന്നുണ്ട്. കാരണം അത് അവൾ പറഞ്ഞ അവൾ ചെയ്യുന്നത്. എൻ്റെ കസിൻ നീവ. അവൾക്ക് ഇഷ്ടമല്ല ഞാൻ ആരെയും തൊടുന്നത്, എൻ്റെ അടുത്ത് ആരും വരുന്നത്. സോ ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ന്യൂ ഇയേഴ്സ് കിസ്. ആൻഡ് അതിനുശേഷം ഞങ്ങൾ ഫയർ വർക്ക്സ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. സോ അതെല്ലാം എൻജോയ് ചെയ്തിട്ട് പിന്നെ പിറ്റേ ദിവസം അവിടെ നിന്ന് ചെക്കൗട്ടായി. എനിക്ക് മുടി വെട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം എനിക്ക് വർഷങ്ങളായി ഷോർട്ട് ഹെയർ ഞാൻ വെച്ചിട്ട്. സോ അതുകൊണ്ട് ഞാൻ സുജിത്തിൻ്റെ അടുത്ത് പോയി ഞാനിതുപോലെ ഹെയർ ഷോർട്ടാക്കി കളർ ചെയ്തു. ആക്ച്വലി നല്ല രസമുണ്ടായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ തിരിച്ച് ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ ലൈക്ക് മാവേലിക്കരയിൽ പോയി. അവിടെ എൻ്റെ ആൻറ്റി ഇങ്ങനെയാണ് പൂവൊക്കെ ഇട്ടാണ് ഞങ്ങളെ വെൽക്കം ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ വീട്ടിലോട്ട് കയറി നോക്കിയപ്പോഴത്തേക്കിന് ഞങ്ങളുടെ റൂമൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നു പൂവൊക്കെ വെച്ചിട്ടും. പിന്നെ യൂട്യൂബിൽ നിന്ന് എങ്ങനെയാണ് ടവലും കൊണ്ട് ഒരു ഡക്കിനെ ഉണ്ടാക്കാമെന്നൊക്കെ പഠിച്ചിട്ട് ചെയ്തത്. ഓവറോൾ ഞങ്ങൾ കല്യാണം ഒത്തിരി എൻജോയ് ചെയ്തു. ഒരുപാട് സെലിബ്രിറ്റീസും ഫ്രണ്ട്സും ഫാമിലിയും ലവ്ഡ് വൺസും എല്ലാവരും കല്യാണത്തിന് ജോയിൻ ചെയ്തു. ആൻഡ് we also had a good time and I would like to thank everyone who came ഒത്തിരി ദൂരത്തു നിന്ന് ഞങ്ങളുടെ കല്യാണം കൂടാനായിട്ടും ഞങ്ങളുടെ ഈ ഒരു നല്ലൊരു ബന്ധത്തിന് സാക്ഷി പറയാനായിട്ടും. So thank you and see you all in the next vlog.